ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ എഴുന്നേറ്റ പാടേതാ ഇതാണ് കണ്ട കാഴ്ച. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ലോണം മഴ ചെയ്യാണ്. രാവിലെ നീക്കാൻ തന്നെ മടിയാണ്. ഈ മഴ ചെയ്യണോണ്ടേ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതാ നല്ല മഴയാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് പാടമുണ്ട് കേട്ടോ. ആ പാടത്തൊക്കെ നല്ല വെള്ളം നിറഞ്ഞ് നിൽക്കണം. ഒഴിവുള്ള ടൈമിലൊക്കെ നാത്തുമാരും മക്കളൊക്കെ വരുമ്പോൾ ഞാൻ നീന്താനൊക്കെ പോകലുണ്ട് കേട്ടോ. അവരുണ്ടാകുമ്പോഴാണ് പോകല്. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, കാരണം എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അവരെ കൂടെ അങ്ങനെയാണ് പോകും. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ രസം. കണ്ടില്ലേ, അതാണ് പാടം. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. അതാണ് പാടം. നല്ല വെള്ളം ഉണ്ട് ഇപ്പോൾ, നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ പോയിരുന്നു. അപ്പോൾ പിന്നെയും മഴ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നല്ല വെള്ളം ഉണ്ട്. അങ്ങനെ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അടുക്കളയിലേക്ക് വന്ന് ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ച്, പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടട കേട്ടോ. അതിനുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇവിടെ കട്ടൻ ചായ കുടിക്കുന്ന ശീലമുണ്ട് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും അതേപോലെ മടുക്കാണ്. ആ 2 കുഞ്ഞി കയ്യില്ലേ, അതിൻ്റെ കുഞ്ഞിൻ്റെ കേട്ടോ. പിന്നെ കട്ടൻ ചായയും റസ്ക്കും കൂട്ടി കഴിച്ച്, പിന്നെ ഇന്ന് ദോശയും മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ വയ്ക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി എടുക്കുക. ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം നേരത്തെ പറഞ്ഞ മാതിരി ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ആവുക. അങ്ങനെ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഒന്ന് നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം. ഇതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കുക്കറെടുത്ത് അതിലേക്ക് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് മുട്ട വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ട്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇല്ലി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് പൊടികളായ മുളക് പൊടി 1/2 ടീസ്പൂൺ, കാരണം കുറച്ച് എരിവിടണുള്ളൂ, അതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചിക്കൻ മസാല 1 പിഞ്ച്, ഗരം മസാല 1 പിഞ്ച് എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അങ്ങനെ പൊടികളുടെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജസ്റ്റ് ഒന്ന് ഈ ഉള്ളി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി, അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ട അതിനനുസരിച്ച് എടുക്കാം. ഞാൻ മുട്ട റോസ്റ്റിൽ അധികം ഓവർ വെള്ളം യൂസ് ചെയ്യാറില്ല, അതാണ് കുറച്ച് ഒഴിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെ പാകം അതിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ
ഉള്ളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മുട്ട, ഒരു മുട്ടയുടെ പകുതിയാക്കി 2 കഷ്ണങ്ങളാക്കുക. ഒരു മുട്ട 2 കഷ്ണങ്ങളാക്കുക. അങ്ങനെ മുട്ട 2 കഷ്ണങ്ങളാക്കി ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഗ്യാസ്. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റ് മുതൽ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വരെയുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.